ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പാർട്ട് 3 ഓഫ് മലേഷ്യൻ ടൂർ. അപ്പോൾ ഇന്ന് നമ്മൾ മലേഷ്യയിൽ നിന്നും യാത്ര പറഞ്ഞ് ലങ്കാവിയിലോട്ട് പോവുകയാണ്. ലങ്കാവി മലേഷ്യ തന്നെയുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ നമ്മൾക്ക് കോലാലംപൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ഡയറക്റ്റ് ലങ്കാവിയിലോട്ട് പോകും. ഇപ്പോൾ രാവിലെ തന്നെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ഹലോ മാഡം, വേർ ആർ യു ഗോയിങ് ഇവിടെ വന്നിരിക്കുവാണ്. ഫ്ലൈറ്റിൽ ഒരു 1 hour ജേണിയേ ഉള്ളൂ നമുക്ക് ലങ്കാവിയിലോട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കറക്റ്റ് 10 മണിയായപ്പോൾ തന്നെ ലങ്കാവി എയർപോർട്ടിലെത്തി. കോലാലംപൂരിൽ നിന്ന് ലങ്കാവിയിലേക്ക് നമുക്ക് ഒരുപാട് റൂട്ട്സ് വഴി വരാം. ബൈ കാർ വരാം, ബൈ ബസ് വരാം, പിന്നെ ഫെറി ഉണ്ട്. സെൽഫ് കാർ ഡ്രൈവ് ചെയ്തോണെങ്കിലും നമുക്ക് വരാം. അപ്പോൾ അതൊക്കെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് ഡേ 4 ഇൻ ലങ്കാവി കണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഡേ 1, 2, 3 ഇൻ മലേഷ്യ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലങ്കാവി ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. നമ്മൾ ഇവിടെ ഹോട്ടൽ എയർബിഎൻബി വഴി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൻ്റെ കാര്യം സെറ്റാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, അതിന് നമ്മളൊരു കാർ റെൻ്റ് എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ റെൻ്റ് കാർ അവൈലബിൾ ആണ്, റെൻ്റ് സ്കൂട്ടർ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ മെമ്പേഴ്സ് കൂടുതലായതുകൊണ്ട് കാറാണ് എടുത്തത്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ കണ്ട ഒരു ഫസ്റ്റ് റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബിക്കോസ് നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയത്. അതുകൊണ്ട് എല്ലാവരും വിശന്ന് ഡൗൺ ആയിട്ടാണ് ഇരുന്നത്. ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എവിടാണെന്ന് ഞാൻ ചോദിച്ചു കേട്ടാ ഗായ്സ്. നമ്മൾ പോകുന്നത് കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക് ലങ്കാവി. ഇത് തന്നെ സ്ഥലം, സെയിം സ്ഥലം തന്നെ. അപ്പം നമ്മൾ മെയിൻ എൻട്രൻസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വേറെ ആപ്പ് വഴി ബുക്ക് ചെയ്താൽ നമുക്ക് വേറൊരു ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഉണ്ട്, അത് കുറച്ചും കൂടെ ലാഭമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഡേറ്റിൽ കിട്ടിയില്ല, അവൈലബിലിറ്റി കിട്ടിയില്ല. അപ്പം നമ്മൾ കാണിക്കാം. അതുകൊണ്ട് നമ്മൾ മെയിൻ എൻട്രൻസ് വഴിയാണ് ബുക്ക് ചെയ്തത്. അത് മെയിൻ എൻട്രൻസ് വഴി ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് മെയിൻ എൻട്രൻസ് വഴി ഈ അബിയാണെങ്കിൽ ഒരു ബട്ടനാണ് ഗൈസ്. അതുകൊണ്ട് ഹായ് ഗേൾ, മെയിൻ എൻട്രൻസ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നാൽ നമുക്ക് ഒരു 2000 റുപ്പീസോളം സേവ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ദീസ് ആർ ദ ബോട്ട്സ്. ഇതിലാണ് നമ്മൾ കയറി പോകാനുള്ളത്. ഇതിലേത് ബോട്ടാണ് നമുക്ക് വരുന്നത് നമുക്ക് കണ്ടറിയാം. അബി ഇൻ അമേരിക്കൻ സ്റ്റൈൽ. അശ്വിനി എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? അശ്വിനി ഇൻ ബംഗാളി സ്റ്റൈൽ, ചേച്ചി ഇൻ മറാഠി സ്റ്റൈൽ, പിച്ചക്കാരി സ്റ്റൈല. പയ്യാറാണെ പിടിച്ചില്ലെങ്കിൽ വീഴും, ഗ്രിപ്പില്ലെങ്കിൽ വീഴും. Don't worry, your savior is here. ഇതാണ് നമ്മൾ അവിടെ കയറിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റോപ്പ്, ബാക്ക് കേവ്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ബാക്ക് കേവിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അത് നമ്മൾ ബോട്ടിന് എടുത്ത ടിക്കറ്റിൽ ഇവിടുത്തെ എൻട്രൻസ് ഫീ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് RM2 ആണ് അഡൽറ്റിനും, RM1 ഫോർ ചൈൽഡ്. ചേച്ചി 2 റിങ്കറ്റാണ്. അഭി പറഞ്ഞ് ജീവൻ പോലും കുഴപ്പമില്ല. അമ്മ പറഞ്ഞു ഞാൻ വരണില്ലെന്ന് പറഞ്ഞില്ലേ. ഡു നോട്ട് യൂസ് ഫ്ലാഷ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റ് കേവിനകത്തുള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് ബാറ്റ്സ് ആണ്. അങ്ങനെ ഫുള്ളായിട്ട് ബാറ്റൊന്നും ഇല്ല, കുറച്ച് പോർഷനിൽ ഇതുപോലെ കവേർഡായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തൂടെ ഫുൾ ഇങ്ങനെ കറങ്ങി നടക്കണം. വേറൊന്നും അതിനകത്ത് പ്രത്യേകിച്ച് കാണാനില്ല, ബാറ്റ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങി ബോട്ടിൽ തന്നെ പോകും. നമ്മുടെ ടിക്കറ്റിലുള്ള പ്ലേസസ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഫസ്റ്റാണ് ഈ ബാറ്റ് കേവ്. പിന്നെ അത് കഴിഞ്ഞ് ഈഗിൾ വാച്ചിങ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക് ഐക്കൺ ഉണ്ട്. പിന്നെ നമുക്ക് ആൻഡമാൻ സീ, പിന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ്, അങ്ങനെ കുറച്ച് പ്ലേസസാണ് ഇതിലുള്ളത്. ഈ പ്ലേസസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഈ കിലിം റൈഡ് വരുന്നത്. നമ്മളിപ്പോൾ ബാറ്റ് കേവിൽ പക്ഷേ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ഇനി നെക്സ്റ്റ് പ്ലേസസിലൊന്നും നമുക്കിങ്ങനെ ടിക്കറ്റ് എടുക്കേണ്ടി വരത്തില്ല. അതുമാത്രമല്ല ഒരു പ്ലേസ് വിട്ടുപോയി, അത് ഫിഷ് ഫീഡിങ് ഫാം ഉണ്ട് ഇടയ്ക്ക് വെച്ച്, നമ്മൾ അവിടെ ഒന്ന് ഇറക്കിയിട്ടുണ്ട് അവർ.
അങ്ങനെയുള്ള പ്ലേസസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഈ ജേണി വരുന്നത്. അപ്പം നമുക്കിത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത പ്ലേസ്, ഈഗിൾ വാച്ച്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൂടെ വരുന്ന ബോട്ട് ഡ്രൈവേഴ്സിൻ്റെ കയ്യിൽ മീറ്റ് ഉണ്ടാവും. അവർ ഈ പ്ലേസിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഈഗിൾസ് എല്ലാം വന്ന് വട്ടം കറങ്ങി ഇത് കഴിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നേരം അവർ നിർത്തിയിട്ടേക്കും. നമുക്ക് ഈ ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് പ്ലേസ് ആണ് ദ ആൻഡമാൻ സീ. ഇത് ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടെ എന്ത് പറയാൻ, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സമയത്തുള്ള ജേണി. ഇവിടെ നമുക്ക് ദ കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക് ഐക്കണും കാണാം. കിലിം റൈഡിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഈ സ്പോട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ വന്നതാ ഈ ഒരു സ്പോട്ട് അവർ ക്രോക്കഡൈൽ കേവ് എന്നാണ് പറയുന്നത്. ഇവിടെ ക്രോക്കഡൈൽ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അവരില്ലെന്നാണ് പറഞ്ഞത്. ഇനി മുമ്പെങ്ങാനും ഉണ്ടായിരുന്നു കാണും. ഈ ഒരു ഇതൊക്കെ ഇറങ്ങി നമ്മൾ ചെന്ന് കയറുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു പോർഷനാണ് മാംഗ്രൂവ് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഇവിടുത്തെ പൂവാർ ബോട്ടിംഗ് ഒക്കെ പോലുള്ളൊരു ഫീലായിരുന്നു. സെയിം അതുപോലെയൊക്കെ ആയിരുന്നു. ഇതിങ്ങനെ കറങ്ങി നമ്മൾ നെക്സ്റ്റ് എത്തുന്നതാണ് ഫിഷ് ഫീഡിങ് ഫാം. ഇവിടെ ഇതാ ഒരു ഗൈഡുണ്ട്. നമുക്കിവിടെ ആ കുട്ടി കുറച്ച് ഫിഷസിനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരും. പിന്നെ അവരുടെ പേരും കാര്യങ്ങളും. പിന്നെ ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ച് ഇവിടുന്ന് കഴിക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. ഇതിവിടെ കഴിഞ്ഞ് നമ്മൾ കയറിയെടുത്ത് തന്നെ വീണ്ടും ബോട്ട് കറങ്ങി നമ്മളെ എക്സിറ്റ് ചെയ്യും. പിന്നെ നമുക്കിത് കാണുമ്പോൾ കുറച്ച് ടൈമേ ഉള്ളെന്ന് തോന്നും, പക്ഷേ ഇതൊരു അറൗണ്ട് 2 hour ജേണി ആയിരുന്നു ഫുൾ ഈ സ്പോട്ടൊക്കെ കറങ്ങി. എവിടെ പോണ തമ്പുരാട്ടി? എവിടെ പോണ തമ്പുരാട്ടി? വെള്ളത്തിൽ ചാടാൻ പോണ? 2 ദിവസം ഉമ്മി എന്തോന്ന് വെച്ച് The eyes and mouth. Yeah, the mouth. എന്താണ്? This crab? Yeah, the crab. They are horseshoe crab. Horseshoe crab. Yeah, very good. Very? And Horseshoe crab. yeah. ഗീ അമ്മ പറ. Oh, right. ഞാൻ പറഞ്ഞില്ലേ. ആരെയല്ല ഗീത. ചേട്ടാ എങ്ങനെയുണ്ട് പറ. എങ്ങനെയുണ്ട്? ഓക്കെ ബ്രോ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ കാണിക്കുന്നുണ്ട്. അശ്വിനി എങ്ങനെയുണ്ട്? ഫുഡ് കഴിക്കാം. എങ്ങനെയുണ്ട്? എടാ പോടാ. മാങ്ങയല്ല കേട്ടോ, നാരങ്ങ. മായെന്നും പറഞ്ഞെടുത്തതാണ്. അങ്ങനെ നമ്മൾ കിലിം ജിയോ ഫോറസ്റ്റ് പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത് നേരെ നെക്സ്റ്റ് നമ്മൾ അതിന് നിയർ ബൈ ആയിട്ടുള്ള ഒരു ബീച്ചിലാണ് വന്നത്. ബീച്ചിൻ്റെ പേര് താഞ്ചുങ് ഗ്രൂവ് ബീച്ച്. ഇതാണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടുത്തെ ലോക്കൽസാണ് പറഞ്ഞത് ഇത് നല്ല ബീച്ചാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നല്ല ബീച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഏകദേശം ഒരു ഉച്ച ടൈമിലാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. എന്തായാലും ഈ ബീച്ച് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന 7ാം അറിവ് സിനിമയിലെ ആ ഒരു സോങ്ങിൽ ഷൂട്ട് ചെയ്ത പ്ലേസാണ്. അങ്ങനെ ഇവിടെ നിന്ന് നേരെ നമ്മൾ ബുക്ക് ചെയ്ത നമ്മുടെ ഹോട്ടലിൽ പോയി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി വീണ്ടും നമ്മളൊരു വൈകിട്ട് കുറച്ചൊരു റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വീണ്ടും നമ്മൾ പന്തായ് സെനാങ് ബീച്ച്, ഇതാണ് ഇവിടുത്തെ ഫേമസ് ബീച്ച് ലങ്കാവിയുടെ. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് വന്നത്.
മാതുക്കുട്ടിക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ബിക്കിനി മോഡൽ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു അവളെ കാണാൻ. പിന്നെ ഈ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ബീച്ചായിരുന്നു. ഒരു ഗോൾഡൻ അവറിൽ നമ്മൾ എത്തിയോണ്ട് ഇതുപോലെ നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ രാത്രി ഫയർ ഷോ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു പാർട്ടി വൈബ്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം ആ ബീച്ചിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തു. ഫയർ ഷോ ഒക്കെ നമ്മൾ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നേരെ നടന്ന് ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഇവിടെ ലങ്കാവിയിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഒരുപാടുണ്ട്. ഇവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി രാത്രിയിലത്തെ ഫുഡും കഴിച്ചു. ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗായ്സ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ നാളെ നമുക്ക് വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാം. നമുക്ക് നെക്സ്റ്റ് പാർട്ടി കാണാം. അപ്പോൾ ഓക്കെ, ബൈ.